അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. മരണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയമാണ്. വേറൊന്നല്ല, നമ്മളൊക്കെ എങ്ങനെയാണ് മരണപ്പെടുക എന്നുള്ളത്. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാനം ഉണ്ടാകണേ എന്ന്. ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും ഓടുന്ന ഓട്ടത്തിലും പാടുന്ന പാട്ടിലും കളിക്കുന്ന കളിയിലും അവരറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാനം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആരും ഈമാൻ വിട്ടുള്ള കളി കളിച്ചൂടോ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് മരണപ്പെടുക എന്ന് നമുക്കാർക്കും അറിയാൻ പോലും പറ്റില്ല. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മളെ ഏറെ അതിശയിപ്പിച്ച മരണമായിരുന്നു ഈ ഒരു സുലൈഖ എന്ന ഈ ഒരു സ്ത്രീയുടെ മരണം. ആരും ഒന്ന് കൊതിച്ചു പോകുന്ന മരണം. ഏതൊരു സത്യവിശ്വാസിയും സ്വപ്നം കാണുന്ന ആ ഒരു മരണം. സുലൈഖയുടെ നന്മ പ്രവൃത്തികളാണ് നമുക്ക് പറയാനുള്ളത്. പടച്ച റബ്ബ് അവർക്ക് കൊടുത്ത മരണമാണ് നമ്മളെയൊക്കെ ഏറെ കൊതിപ്പിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികൾ അവരുടെ മരണത്തിൽ സന്തോഷം നൽകി. ആരും കൊതിക്കുന്ന ഒരു മരണം. സുലൈഖ ഹോമിയോ ഡോക്ടറാണ്. എറണാകുളം വൈപ്പിൻ എടവനക്കാട് ഇല്ലത്ത് പീടിയിലെ ഹോമിയോ ഡോക്ടർ. ആ ഡോക്ടർ ചെയ്ത നന്മ പ്രവൃത്തികളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അവസാനം പടച്ചറബ് അവർക്ക് കൊടുത്ത മരണം, ആ ഒരു മരണം ആരാണ് കൊതിക്കാത്തത്? ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെയേറെ സജീവമായിരുന്നു സുലൈഖ. എല്ലാവരെയും സഹായിക്കണമെന്ന് മനസ്സുള്ള ഒരു പെണ്ണ്. ആര് ചോദിച്ചാലും കയ്യിലുള്ളതൊക്കെ കൊടുക്കും. സുലൈഖയുടെ കയ്യിലുള്ളതൊക്കെ പാവങ്ങൾക്കാണ് കൊടുക്കാറ്. സമ്പാദ്യമായി ഒന്നും കരുതി വെക്കാറില്ല. എല്ലാം പടച്ചറബിന്റെ നാമത്തിൽ ഇങ്ങനെ കൊടുക്കും. വീടില്ലാത്തവർക്ക് അത് പണിത് കൊടുക്കും. അങ്ങനെ വേണ്ട എല്ലാ നന്മ പ്രവൃത്തികളും സുലൈഖ എന്ന ഈ ഒരു ഉമ്മ ഈ ദുനിയാവിൽ ചെയ്തു വെച്ചിരുന്നു. കയ്യിലുള്ളതെല്ലാം പാവങ്ങൾക്ക് നൽകി ഹജ്ജിന് പോയതാ. സന്തോഷത്തോടെ ഹജ്ജ് കർമ്മങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മക്കയിൽ വെച്ച് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരിവിടെ ചെയ്യാനുള്ള എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്ത് അവർക്ക് പടച്ചറബ് കൊടുത്ത ആ മരണം ഒന്ന് നോക്കിയേ. ഇതുപോലുള്ള മരണം ആരാണ് കൊതിക്കാത്തത്? ഇവരുടെ ഭർത്താവ് കുന്നത്ത് പടിയിൽ അൻവറാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത്. പടച്ചറബ് അവർക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബേ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബേ, അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും ഉൾപ്പെടുത്തണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, വേറെ ഏറെ വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ് ഈ ഒരു പ്രവാസിയുടേത്. പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് തിരികെ ഗൾഫിലേക്ക് എത്തിയ പ്രവാസി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത്. എന്തൊക്കെയോ സ്വപ്നങ്ങൾ നെയ്ത് കുടുംബവുമായി ഒരുപാട് സന്തോഷങ്ങൾ പങ്കിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവാസിയായിരുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു. വിമാനമിറങ്ങിയ ഉടനെ തന്നെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പടച്ച റബ്ബ് എല്ലാവരെയും പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കട്ടെ. കുടുംബത്തിന് വേണ്ടി ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് ബാക്കി. ഒരുപാട് സ്വപ്നങ്ങളുമായി പോയതാ. മരണപ്പെട്ടിരിക്കുന്നത് മലപ്പുറം കാടാമ്പുഴ കാരേക്കോട് ചിത്രംപള്ളി സ്വദേശി ഷറഫുദ്ദീനാണ്. 46 വയസ്സാണ്. നെഞ്ചുവേദന ഉണ്ടായ ഉടനെ തന്നെ അബുദാബിയിലെ മെഡിക്കൽ സിറ്റിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇദ്ദേഹം 1 വർഷം മുമ്പാണ് ജോലിക്കായി അബുദാബിയിലെത്തിയത്. നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് തിങ്കളാഴ്ച നാട്ടിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടച്ചറബ് നമ്മുടെ പ്രവാസികളൊക്കെ കാക്കുമാറാകട്ടെ. പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നാടും വീടും ഉറ്റവരെയും വിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന പ്രവാസികളാണ്. പടച്ചറബേ, നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ പ്രവാസികളൊക്കെ നീ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. അവരെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പ്രവാസികളുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണേ റബ്ബേ. ഇസ്സത്തേകണേ റബ്ബേ. റഹ്മത്തേകണേ റബ്ബേ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ റബ്ബേ. നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ.
ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.